On behalf of the entire St. Kitts alumni, let me welcome each and every one of you to St. Kitts College of Engineering. Irrespective of the places that you're coming from or irrespective of the schools you have attended before, for me, now each and every one of you are part of the wonderful St. Kitts family. Myself, Shruti Susavarki, I belong to the batch of 2015-2019 Electronics and Communication Engineering. And currently I'm working as a senior HR associate in Amazon. നിങ്ങളെ എല്ലാവരെയും പോലെ തന്നെ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. എനിക്കറിയാം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് 14 ഇയേഴ്സ് ഓഫ് സ്കൂൾ ലൈഫ് കഴിഞ്ഞിട്ട് ലൈഫിലെ മറ്റൊരു മേജർ സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ നിങ്ങൾ എത്തി നിൽക്കുകയാണ്. നിങ്ങളുടെ കോളേജ് ലൈഫിന്റെ ഏറ്റവും ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ തന്നെ, എസ്പെഷ്യലി ഡ്യൂറിങ് യുവർ ഇൻഡക്ഷൻ പ്രോഗ്രാം, നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കോളേജ് ലൈഫ് എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരുപാട് വലിയ ഉപദേശങ്ങളൊന്നും തന്നെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പകരം എൻ്റെ കുറച്ച് തോട്ട്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എല്ലാവരും ബിടെക്കിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് 99% ഓഫ് ദ ടൈം നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ യു ഹാവ് ഓപ്റ്റഡ് ഫോർ ബിടെക്? എന്തുകൊണ്ട് നിങ്ങൾ ബിടെക്കിന് ജോയിൻ ചെയ്തു? അതിന് വളരെ ഓണസ്റ്റ് ആയിട്ട് ഉത്തരം പറയുന്ന സ്റ്റുഡൻസ് ഉണ്ട്. മെഡിസിന് പോകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ മെഡിസിൻ അഡ്മിഷൻ കിട്ടിയില്ല, എൻട്രൻസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ബിടെക്കിന് ജോയിൻ ചെയ്തു. ഇനി വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ ആൻസർ, പാരന്റ്സ് വളരെയധികം കമ്പൽ ചെയ്തു ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോയേ മതിയാവുമെന്ന്, അതുകൊണ്ട് വിതൗട്ട് എനി ഓപ്ഷൻ ബിടെക്കിന് ജോയിൻ ചെയ്യേണ്ടി വന്നു. ഇനി അതല്ല, എൻ്റെ ഒരു സർക്കിളിലുള്ള ഫ്രണ്ട്സ് മുഴുവൻ ബിടെക്കിന് ജോയിൻ ചെയ്തു, അതുകൊണ്ട് ഞാനും ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാതെ ബിടെക്കിന് ജോയിൻ ചെയ്തു. ഇനി ദർ ക്യാൻ ബി എ കാറ്റഗറി, വളരെ നേരത്തെ തന്നെ ബിടെക്കിന് പോകണം എന്ന് ഡിസൈഡ് ചെയ്തു, എനിക്കൊരു നല്ല എഞ്ചിനീയർ ആവണം, അതുകൊണ്ട് അതിനുവേണ്ടി വളരെ പാഷനേറ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, സോ ബിടെക് ഓപ്റ്റ് ചെയ്തു. എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്, വാട്ട് എവർ ഈസ് ദ റീസൺ, നിങ്ങൾ ബിടെക് ഓപ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, എൻഡ് ഓഫ് ദ ഡേ യു ഹാവ് ലാൻഡഡ് ഹിയർ. എൻഡ് ഓഫ് ദ ഡേ യു ഹാവ് ഓപ്റ്റഡ് ബിടെക് ആൻഡ് യു ഹാവ് ലാൻഡഡ് അറ്റ് സെന്റ് കിറ്റ്സ്. ഇനി നിങ്ങളുടെ പഴയ റീസൺസിനെ പറ്റി നിങ്ങൾ കൺസേൺഡ് ആയിട്ട് ദർ ഇസ് നോ യൂസ്, ദർ ഇസ് നോ പോയിന്റ്. ഇനി നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് മുഴുവൻ നിങ്ങളുടെ അപ്കമിങ് 4 ഇയേഴ്സിനെ പറ്റി ആയിരിക്കണം. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ നടന്നാലും ദർ ഇസ് എ സ്പെസിഫിക് പേർപ്പസ് ബിഹൈൻഡ് ദാറ്റ്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ഡിസിഷൻസും നമ്മൾ എടുക്കുന്നത്, അത് നോയിങ്ലി ആയിക്കൊള്ളട്ടെ അൺനോയിങ്ലി ആയിക്കൊള്ളട്ടെ. അതുകൊണ്ട് നിങ്ങൾ ബിടെക് എടുത്തു, നിങ്ങൾ സെന്റ് കിറ്റ്സിൽ ജോയിൻ ചെയ്തു. ഇനി നിങ്ങളുടെ ഫുൾ ഫോക്കസ് ഷുഡ് ബി നിങ്ങളുടെ 4 വർഷങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതായിരിക്കണം. ഞാൻ തുടക്കത്തിലെ തന്നെ നിങ്ങളെ സെന്റ് കിറ്റ്സ് ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യുന്നു എന്ന് പറയാനായിട്ടൊരു റീസൺ ഉണ്ട്. കാരണം നമ്മുടെ ഫാമിലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഡൗൺ ആവുന്ന മൊമെന്റ്സിൽ, നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ തുടങ്ങുന്ന മൊമെന്റ്സിൽ, ദേ വിൽ നെവർ ലെറ്റ് അസ് ഫേസ് ദാറ്റ് ചലഞ്ച് അലോൺ. ദേ വിൽ നെവർ ലീവ് അവർ സൈഡ് അറ്റ് എനി കോസ്റ്റ്. അവരൊരിക്കലും നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല. എന്ത് തന്നെ സംഭവിച്ചാലും അവർ ഒരു കൈത്താങ്ങായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. സെയിം കൈൻഡ് ഓഫ് കംഫർട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതി വെച്ച് തരാം. ഐ ക്യാൻ അഷ്വർ യു ദാറ്റ് you will receive that kind of comfort from St. Kitts. ഇത് ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. കാരണം ഞാൻ ഒരിക്കലും ബിടെക് എടുക്കുമെന്ന് നെവർ എവർ ഇൻ മൈ വൈൽഡസ്റ്റ് ഡ്രീംസ്, അല്ലെങ്കിൽ എൻ്റെ ഒരു മിയർ തോട്ട്സിൽ പോലും ഞാൻ ഇമാജിൻ ചെയ്യാത്തൊരു കാര്യമായിരുന്നു ഞാൻ ബിടെക് എടുക്കുമെന്നുള്ളത്. ആൻഡ് ഒരുപാട് തവണ ഞാൻ ഗിവ് അപ്പ് ചെയ്യാനായിട്ട്, ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ St. Kitts never allowed me to give up on BTech. അല്ലെങ്കിൽ തോറ്റു കൊടുക്കാന്, ഇട്ടിട്ട് പോകാനായിട്ട് എന്നെ ഒരിക്കലും അനുവദിക്കാതിരുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, അവരുടെ സപ്പോർട്ട്, ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ ഞാൻ ലൈഫിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈഫിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ദ വൺ ആൻഡ് ഓൺലി റീസൺ. സെന്റ് കിറ്റ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു സപ്പോർട്ട്, ആ ഒരു കംഫർട്ട്നെസ്, ആ ഒരു എന്താ പറയാ, ഗിവ് അപ്പ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മളെ ഓരോ സെക്കൻഡിലും നമ്മളെ പുഷ് ചെയ്യുന്ന ആ ഒരു സ്ട്രെങ്ത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു ഹാപ്പി പേസിൽ കടന്നു പോകുന്ന ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല.
ഓരോ ചില ദിവസങ്ങൾ ഇറ്റ് ക്യാൻ ബി സ്ട്രഗ്ലിംഗ്. നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാനാവുന്നതിലും കൂടുതൽ പ്രഷർ വരുന്ന ദിവസങ്ങൾ കാണും. പക്ഷെ ആ ദിവസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കായി പോവില്ല. ഏതെങ്കിലും ഒരു ഫാക്കൽറ്റി മെമ്പർ കാണും, അല്ലെങ്കിൽ ഒരു മെന്റർ കാണും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു വേ പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു വഴി കാണിച്ചു തരാനായിട്ട് ദർ വിൽ ബി സംബഡി ഇൻ ആർ കോളേജ്. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് മെന്റർഷിപ്പ് ആണ് നമ്മുടെ കോളേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലെങ്കിൽ നമ്മുടെ കോളേജിനെ മറ്റുള്ള കോളേജസിൽ നിന്ന് എക്സെപ്ഷണൽ ആക്കുന്ന, യുണീക്ക് ആക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വണ്ടർഫുൾ, എന്താ പറയാ, ഏറ്റവും എക്സംപ്ലറി ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് ആണ് നമ്മുടെ കോളേജിന്റെ ഏറ്റവും വലിയൊരു യുണീക്നെസ് എന്ന് പറയുന്നത്. ആ ഒരു മെന്റർഷിപ്പ് ഇനി ഒരു 4 വർഷവും, അത് ഒരു ഫസ്റ്റ് ഇയറിൽ മാത്രമല്ല, സാധാരണ നമ്മൾ കോളേജസിൽ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ മേ ബി they will provide you all the kind of support. പക്ഷെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു കൈൻഡ് ഓഫ് സപ്പോർട്ട് ഒരിക്കലും കിട്ടില്ല. പക്ഷെ സെയിന്റ് കിറ്റ്സിൽ എന്ന് പറയുന്നത് ഫ്രം ഫസ്റ്റ് ഇയർ ടിൽ യുവർ ഫൈനൽ ഇയർ യു വിൽ റിസീവ് ദാറ്റ് കൈൻഡ് ഓഫ് മെന്റർഷിപ്പ് ഫ്രം യുവർ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഓർ ഫ്രം യുവർ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ, ഈ ഒരു കോളേജ് ലൈഫിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വിച്ച് ഐ ഫീൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം. ബട്ട് അഗെയിൻ ഇറ്റ്സ് മൈ തോട്ട്. നമ്മൾ ഈ ഒരു 4 വർഷം എന്ന് പറയുന്നത് ഹൈലി ഡൈനാമിക് ആയിരിക്കും. നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലായിരിക്കും ഓരോ ദിവസങ്ങളും പോകുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വെൻ ഐ ടുക്ക് അഡ്മിഷൻ അറ്റ് സെയിന്റ് കിറ്റ്സ്, ആൻഡ് ഐ ഓൾസോ റിമെമ്പർ ദ ഡേ വെൻ ഐ ഗ്രാജുവേറ്റഡ് ഫ്രം സെയിന്റ് കിറ്റ്സ്. ഒന്ന് കണ്ണടിച്ച് തുറക്കുന്നത് പോലെയാണ് എനിക്കിന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ എന്റെ 4 വർഷത്തെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഏതൊരു അലുമിനിയോട് ചോദിച്ചാലും കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു 4 വർഷം എത്രത്തോളം സ്പീഡിലാണ് പോയതെന്നും, അല്ലെങ്കിൽ ഒരു ടൈം മെഷീൻ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തിരിച്ചു പോയി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടൈം വരും. സോ ഈ 4 വർഷം നമുക്ക് ഒരു നിമിഷം പോലും നമുക്ക് വേസ്റ്റ് ആയിട്ട്, അൺനെസസറി ആയിട്ട് കളയാനായിട്ടില്ല. നമ്മൾ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ വി ഷുഡ് നെവർ റിഗ്രറ്റ്. ഓരോ ചാൻസും നമ്മൾ എടുത്തില്ല എന്ന് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു അവസരങ്ങൾ പോലും നിങ്ങൾക്കുണ്ടാവരുത്. എനിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പേർക്കുണ്ടായി കാണാം മേ ബി. പക്ഷെ നിങ്ങൾക്കത് ഉണ്ടാവരുത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോളേജ് ലൈഫിന്റെ എൻറ്റയർ എസെൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസ് പോലെ ഇരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചോയ്സ് പോലെ ഇരിക്കും. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കോളേജ് ലൈഫ് ലീഡ് ചെയ്യുന്നു എന്ന് നിങ്ങൾ എടുക്കുന്ന ചോയ്സ് പോലെ ഇരിക്കും. So I would like to say college life is all about 4 things. First one is gain maximum knowledge. Second one is create maximum experiences. Third one is expand your contact list. And the final most important one is live each and every single second of your college life to its full. ഗെയിൻ മാക്സിമം നോളജ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും പറയില്ല ഒരു ഹൈ ലെവൽ CGPA കിട്ടുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ബുക്കിഷ് നോളജ് മുഴുവൻ, നിങ്ങൾ ബുക്കിലുള്ളത് മുഴുവൻ മഗപ്പ് ചെയ്ത് നിങ്ങൾ ഒരുപാട് മാർക്ക് വാങ്ങുന്നതോ മാത്രമല്ല നോളജ് എന്നുള്ളതിന്റെ റിയൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം, മാർക്സ് വാങ്ങണം, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നിങ്ങളുടെ CGPA മാറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും ഒക്കെ അപ്പുറത്താണ് നിങ്ങൾക്ക് വേണ്ട സ്കിൽ സെറ്റ് എന്ന് പറയുന്നത്. കാരണം മാർക്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. കാരണം ഇറ്റ് ക്യാൻ ബി ലൈക്ക് എൻ എൻട്രി പാസ്. നിങ്ങൾ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പ്ലേസ്മെന്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മിനിമം കട്ട് ഓഫ് ഉണ്ടായിരിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ മാർക്സ് കൺസിഡർ ചെയ്യേണ്ടി വരും. അതല്ലാതെ വൺസ് യു ആർ ഇൻ ടു ദാറ്റ് പ്ലേസ്മെന്റ് ഡ്രൈവ്, നിങ്ങൾ ആ ഒരു കട്ട് ഓഫ് കഴിഞ്ഞ് നിങ്ങൾ അതിലേക്ക് കയറി കഴിഞ്ഞാൽ majority of the time nobody is concerned about your CGPA or your marks. It's all about how well you are performing there. നിങ്ങളുടെ സ്കിൽസ് കൊണ്ട്, നിങ്ങളുടെ എന്താ പറയാ റിയൽ നോളജ് കൊണ്ട്, മാർക്സിനപ്പുറമുള്ള നിങ്ങളുടെ റിയൽ നോളജ് കൊണ്ട് നിങ്ങൾ എങ്ങനെ ഒരു ഇന്റർവ്യൂ ബോർഡിനെ കൺവിൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവിൽ പെർഫോം ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്ലേസ്മെന്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇതിനൊക്കെ അപ്പുറം നിങ്ങളൊരു കോളേജ് ലൈഫിനപ്പുറം ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് nobody is going to ask you how much was your CGPA, അല്ലെങ്കിൽ നിങ്ങളുടെ 12th എന്നോട്, ഞാൻ ആമസോണിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇതുവരെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല കോളേജിൽ എത്രയായിരുന്നു CGPA എന്നോ 12th എത്രയായിരുന്നു മാർക്സ് എന്നോ ചോദിച്ചിട്ടില്ല. സോ മാർക്സ് നേടുന്നതിനപ്പുറം, ജസ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനും അപ്പുറം
റിയൽ നോളജിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അതെന്തിനു വേണ്ടി പഠിക്കുന്നു അതിനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൈഡിൽ അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് പഠിക്കാനും നമ്മൾ ശ്രമിക്കുക. അതിനെയാണ് ഗെയിൻ മാക്സിമം നോളജ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് ക്രിയേറ്റ് മാക്സിമം എക്സ്പീരിയൻസസ്. നിങ്ങൾക്ക് ഈ കോളേജ് ലൈഫിൽ നിന്ന് അക്കാഡമിക്കലി മാത്രമല്ല ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, ഒരുപാട് ഫെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഞാൻ ഇന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ എന്റെ കോളേജ് ലൈഫിൽ എന്റെ ഏറ്റവും ബെസ്റ്റ് മെമ്മറീസ് എന്ന് പറയുന്നത് 4 വർഷത്തെ നമ്മുടെ കോളേജ് ഫെസ്റ്റ് നക്ഷത്രയായിരിക്കും, അല്ലെങ്കിൽ പ്രതിത്യ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റ്. ഇതൊക്കെ ആയിരിക്കും ഇപ്പോഴും ലൈഫിൽ ചെറിഷ് ചെയ്യുന്ന മെമ്മറീസ് എന്ന് പറയുന്നത്. അപ്പോ പുറത്തൊരു കോളേജിൽ ഒരു ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് ആരും തന്നെ നിങ്ങളെ വന്നിട്ട് പുഷ് ചെയ്തിട്ട് ഇന്ന ഫെസ്റ്റിന് നിങ്ങൾ പോകണം എന്ന് പറയില്ല. ആ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഗ്രാബ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ആൻഡ് ലൈഫിൽ സെക്കൻഡ് ചാൻസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി റെയർ. സോ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഫെസ്റ്റിന് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് മെമ്മറീസ് ആണ്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഒരുപാട് മെമ്മറീസ് അൺനോയിങ്ലി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ദാറ്റ് യു വിൽ ടേക്ക് ടു യുവർ എൻറ്റയർ ലൈഫ്. അപ്പോൾ ആ മാക്സിമം മെമ്മറീസ് ഈച്ച് ആൻഡ് എവറി ഡേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക. ആൻഡ് തേർഡ് വൺ, എക്സ്പാൻഡ് യുവർ കോൺടാക്ട് ലിസ്റ്റ്. കോളേജിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് കോൺടാക്ട്സ് ആൻഡ് ദ നെറ്റ്വർക്കിംഗ് യു ആർ ഹാവിംഗ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ 4 വർഷം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് മാത്രമായിരിക്കില്ല നിങ്ങളെ ഒരു സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളെ ഏറ്റവും ലീസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും മേ ബി നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫ്യൂച്ചറിൽ വരുന്നത്. സോ മാക്സിമം കോണ്ടാക്ട്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക. എപ്പോഴും നമ്മുടെ ഒരു കംഫർട്ട് സോണിനകത്ത് മാത്രം കൺഫൈൻഡ് ആയിട്ടിരിക്കാതെ എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ കോണ്ടാക്ട്സ് എക്സ്പാൻഡ് ചെയ്ത് അത് ഒരു ബ്രാഞ്ചിൽ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഇയറിൽ മാത്രം അയക്കരുത്. നിങ്ങളുടെ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ സീനിയേഴ്സ് ആയിക്കൊള്ളട്ടെ, ഡിഫറെന്റ് ബ്രാഞ്ചസിലുള്ളവരായിക്കൊള്ളട്ടെ, ഈവൻ ഫാക്കൽറ്റി മെമ്പേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ആരൊക്കെ ആയാലും നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റ്, നിങ്ങളുടെ ആ ഒരു നെറ്റ്വർക്കിംഗ് മാക്സിമം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ബിക്കോസ് ഫ്യൂച്ചർ ഇസ് ഓൾ അബൌട്ട് ഹാവിംഗ് കോണ്ടാക്ട്സ്. ആ ഒരു കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ, ഒരു കോർപ്പറേറ്റ് വേൾഡിലോട്ട് വരുമ്പോൾ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ദ ഫൈനൽ വൺ ഇസ് ലിവ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഓഫ് യുവർ കോളേജ് ലൈഫ് ടു ഇറ്റ്സ് ഫുൾ. നിങ്ങളുടെ കോളേജ് ലൈഫിലെ ഓരോ നിമിഷവും അതിന്റെ പൂർണ്ണതയിൽ എൻജോയ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഒരു റിഗ്രറ്റും ഉണ്ടാവരുത്. തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ഞാൻ ആ ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു, ഞാൻ ആ ഒരു കോമ്പറ്റീഷന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ ഒരു റിഗ്രറ്റ് ഉണ്ടാവേണ്ട അവസ്ഥ വരരുത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മെമ്മറീസ്. നിങ്ങൾ ഉണ്ടാക്കുന്ന മെമ്മറീസ് പോലെ ഇരിക്കും. അപ്പോൾ ഓരോ മൊമെന്റും അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട്, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ മിക്സ്ചർ. ലേണിംഗ് ഉണ്ടായിരിക്കണം, മെമ്മറീസ് ഉണ്ടായിരിക്കണം, ഫൺ ഉണ്ടായിരിക്കണം, അഡ്വെഞ്ചർ ഉണ്ടായിരിക്കണം. എല്ലാത്തിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആയിരിക്കണം നിങ്ങളുടെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി. എനിവേ, ഓൾ ടുഗെദർ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ 4 വർഷം നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങളുടെ മരണം വരെ നിങ്ങൾ ഓർക്കുന്ന 4 വർഷങ്ങളായിരിക്കണം. അങ്ങനെ ആക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റണം. നമ്മുടെ കോളേജ് ലൈഫിൽ ഒരിക്കലും ജസ്റ്റ് 4 വർഷം എന്തൊക്കെയോ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതല്ലാതെ യു ഹാവ് ഡിഡ് സംതിങ് എന്ന് പറയാനായിട്ട് പറ്റുന്ന 4 വർഷങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് last thing I can say is like once a Gitsean will always be a proud Gitsean forever. ഒരു തവണ നിങ്ങൾ ഒരു Gitsean ആണെങ്കിൽ നിങ്ങൾ to the end you will be a Gitsean. അപ്പോൾ അലുമിനി ആയിട്ടും നിങ്ങളുടെ ജൂനിയേഴ്സുമായിട്ടും നിങ്ങളുടെ സീനിയേഴ്സുമായിട്ടും ഒക്കെ ആ ഒരു കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ആൻഡ് ഇഫ് യു റിക്വയർ എനി കൈൻഡ് ഓഫ് ഹെൽപ്പ്, എനിക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഓൾവേസ് ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട്. ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. So once again, all the very, very best to each and every one of you for the wonderful 4 years waiting for you. So thank you each and every one of you.